മന്ത്രിമാർ റോഡിലിറങ്ങിയാൽ പിന്നെ സാധാരണക്കാർക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ. സൈറൺ മുഴക്കി 10-20 കാറുകളുടെ അകമ്പടിയോടെ പോകുന്ന VIP-കൾക്കിടയിൽ ഇതാ ഒരു കേന്ദ്രമന്ത്രി വ്യത്യസ്തനാകുന്നു. കാറുകളുടെ നീണ്ട നിര ഉപേക്ഷിച്ച് സ്വന്തം ഔദ്യോഗിക പരിശോധന യാത്രയ്ക്കായി ഒരു ബസ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് സാക്ഷാൽ നിതിൻ ഗഡ്കരി. VIP സംസ്കാരത്തെ പൊളിച്ചടുക്കിയ ഈ തീരുമാനത്തോടെ സാധാരണക്കാരുടെ ഇടയിൽ ഗഡ്കരി വീണ്ടും താരമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്റെ സുരക്ഷാ വ്യൂഹത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനങ്ങളെ വെട്ടിച്ചുരുക്കിയതിന് പിന്നാലെയാണ് നിതിൻ ഗഡ്കരിയുടെ ഈ ഒരു സുപ്രധാന നീക്കവും ഇപ്പോൾ വരുന്നത്. മഹാരാഷ്ട്രയിലെ സന്ത് ജ്ഞാനേശ്വർ മഹാരാജ്, സന്ത് തുക്കാറാം മഹാരാജ് പാൽക്കി മാർഗ് പദ്ധതികളുടെ പരിശോധനയ്ക്കാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി കാർ ഉപേക്ഷിച്ച് ബസ് യാത്ര നടത്തുന്നത്. മെയ് 14-15 തീയതികളിൽ നടക്കുന്ന ഈ യാത്രയിൽ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ബസ്സിൽ തന്നെ ഉണ്ടാകും. തന്റെ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം സാധാരണയിൽ നിന്നും ഒറ്റയടിക്ക് 50% വെട്ടിക്കുറയ്ക്കാനും അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂനെ, സത്താറ, സോലാപൂർ എന്നിവിടങ്ങളിലെ അധികാരികൾക്ക് ഗഡ്കരിയുടെ ഓഫീസ് അയച്ച ഔദ്യോഗിക കത്തിൽ ഈ മാറ്റത്തിന്റെ കാരണവും വ്യക്തമായി പറയുന്നുണ്ട്. ദേശീയ ഊർജ്ജ സുരക്ഷയ്ക്കായി ഇന്ധന ഉപഭോഗം കുറയ്ക്കുക, ഗതാഗത കുരുക്ക് ഒഴിവാക്കുക, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക. വെറുമൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല ഇത്. ലോകത്ത് എണ്ണവില അസ്ഥിരമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാരോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും കഴിഞ്ഞ ദിവസം കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗഡ്കരിയുടെ ഈ മാതൃകാപരമായിട്ടുള്ള തീരുമാനം വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം സ്വന്തം വാഹന വ്യൂഹത്തിന്റെ വലിപ്പം ചുരുക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത്യാവശ്യമായിട്ടുള്ള SPG സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പുതിയ വണ്ടികൾ വാങ്ങാതെ നിലവിലുള്ള കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങളും കാരണം ആഗോളതലത്തിൽ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏത് ചെറിയ പ്രശ്നവും നമ്മുടെ നാട്ടിലെ ഇന്ധന വിലയെയും പണപ്പെരുപ്പത്തെയും നേരിട്ട് ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് ഇന്ധനം ലാഭിക്കുന്നത് ഒരു രാജ്യ താല്പര്യപരമായിട്ടുള്ള കാര്യമാണെന്ന സെക്കന്ദരാബാദിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പൗരന്മാരെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും പൊതുഗതാഗതം ഉപയോഗിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തിന് പിന്നാലെ രാജ്യത്തുടനീളം മറ്റു പല മന്ത്രിമാരും തങ്ങളുടെ യാത്രകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി CR പാട്ടീൽ എസ്കോർട്ട് വാഹനം ഒഴിവാക്കിയപ്പോൾ കേന്ദ്രമന്ത്രി രാംദാസ് അത്താവലെ മുംബൈ മെട്രോയിലാണ് യാത്ര ചെയ്തത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തന്റെ വാഹന വ്യൂഹം 13-ൽ നിന്ന് 8 കുറയ്ക്കുകയും ചെയ്തു. നിലവിൽ BJP മന്ത്രിമാർ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഈ രാജ്യതാൽപര്യപരമായിട്ടുള്ള ആഹ്വാനം പാലിക്കുന്നതെന്നും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗഡ്കരിയുടെ ഈ ബസ് യാത്രയ്ക്ക് വലിയൊരു പ്രതീകാത്മക അർത്ഥമുണ്ട്. സാധാരണക്കാരുടെ സമയവും ഇന്ധനവും നഷ്ടപ്പെടുത്തി ഗതാഗത കുരുക്കുകൾ സൃഷ്ടിക്കുന്ന VIP സംസ്കാരത്തിന് നേർക്കുള്ള ഒരു തിരുത്തൽ കൂടിയാണിത്. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ഇന്ധന സംരക്ഷണം ഒരു ദേശീയ അനിവാര്യതയായി മാറുമ്പോൾ മാറ്റങ്ങൾ താഴെത്തട്ടിൽ നിന്ന് മാത്രമല്ല മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന കേന്ദ്ര സർക്കാർ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ. ഒപ്പം പറയുന്ന കാര്യങ്ങൾ ആദ്യം സ്വയം പ്രാവർത്തികമാക്കുന്ന ഒരു നേതൃത്വത്തെയാണ് രാജ്യം ഇവിടെ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കേരളം.